സ്വാർത്ഥതകളുള്ളവര് കെട്ടിക്കിടക്കുന്ന ജലം പോലെയാണ്. സ്നേഹം നിറയുന്നവര് ഒഴുകുന്ന പുഴ പോലെ തന്നെയായിരിക്കും. കെട്ടിക്കിടക്കുന്ന ജലമായി കഴിഞ്ഞാലുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ ആ ജലം ദുഷിച്ചു പോകും, അല്ലെങ്കിൽ മലിനമാകും, അതിലെ കീടങ്ങൾ വരും. അതൊക്കെ നാശത്തിന് കാരണമാവുകയുള്ളൂ. നമ്മൾ സ്വാർത്ഥതകൾ നിറഞ്ഞ ജീവിതമാണെങ്കിൽ നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെയാണ്. ഒരു വിശാലമാക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ രോഗങ്ങൾ പരത്തുന്ന ജീവിതങ്ങളായിട്ട് മാറും. ഈ ഒഴുകുന്ന ജലമായി കഴിഞ്ഞാൽ അത് കടന്നു പോകുന്ന വഴികളിലൂടെ ഒക്കെ ജീവൻ പകർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ സ്വാർത്ഥതകളില്ലാതെ ഇങ്ങനെ ഒഴുകുമ്പോൾ ആ കടന്നു പോകുന്ന വഴികളിലൊക്കെ സസ്യജാതങ്ങൾ എല്ലാം ജീവനുള്ളതായിട്ട് വീണ്ടും വീണ്ടും പുഷ്പിച്ചിങ്ങ് നിൽക്കുന്നത് കാണാം. എൻ്റെ ജീവിതം സ്വാർത്ഥതകളില്ലാതെ മാറട്ടെ എന്നുള്ളതാണ്. സ്വാർത്ഥതകൾ ഉപേക്ഷിക്കാൻ 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക. മറ്റുള്ളവരെ ഒന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാകും. 2, ഒന്നും പ്രതീക്ഷിക്കാതെ കുറേ നന്മകളൊക്കെ ചെയ്യുക. 3, ഇന്നത്തെ ദിവസം കുറേ വ്യക്തികളെ പുഞ്ചിരിയോടുകൂടി അഭിവാദനങ്ങൾ ചെയ്യുക. നമ്മൾ ഇന്ന് ദിവസം ആ സ്വാർത്ഥതകളൊന്ന് ഉപേക്ഷിക്കുക. സ്വാർത്ഥതകൾക്ക് വേണ്ടി, എനിക്ക്, എൻ്റെ എന്ന ചിന്തകൾക്ക് വേണ്ടി, എൻ്റെ പേരിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നവരാണ്. യേശു പറയുന്നു, സ്വാർത്ഥതകളുള്ളവന് ശിഷ്യനാകാൻ പറ്റുകയില്ല. പ്രാർത്ഥിക്കാം.